എന്ന് പറയുന്നത് മെൽബൺ മ്യൂസിയത്തിലാണ്. ഞങ്ങൾ അവിടെ കയറി ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടത് ഡൈനോസേഴ്സിൻ്റെ ഫോസിൽസ് ആണ്. ഇത് ശരിക്കുള്ള ഫോസിൽസ് ആണ് കേട്ടോ. അത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ കുറേ ബട്ടർഫ്ലൈസ് അതുപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈസിനെ. അതുപോലെ ഓസ്ട്രേലിയയുടെ കൾച്ചറാണ് ട്രാം, അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലതരത്തിലുള്ള ഓസ്ട്രേലിയയിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും ജീവികളെ പറ്റിയിട്ടും മാത്രമല്ല നമ്മുടെ നാട്ടിനേക്കാളും ഒത്തിരി ഡിഫറെൻ്റ് ആണല്ലോ ഓസ്ട്രേലിയത്തെ കാര്യങ്ങൾ. അവിടുത്തെ ജീവികളും എല്ലാം ഡിഫറെൻ്റ് ആണ്. വേറൊരു ആവാസ വ്യവസ്ഥ തന്നെയുണ്ട് ഓസ്ട്രേലിയയിൽ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ മ്യൂസിയത്തിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ എപ്പോഴും കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കും അവർ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അതുപോലെ ഇങ്ങനെ ലൈറ്റ് ഷോകൾ പോലെ എന്തെങ്കിലും എപ്പോഴും ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെയാണ്. നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ മ്യൂസിയം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ബോറിംഗ് ആയിരിക്കും. പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടികളും എൻജോയ് ചെയ്യും ഇവിടെയാണെങ്കിൽ.